ഒരു അപകടം സംഭവിച്ചു. ആശുപത്രിയിൽ എത്താൻ കാത്തുനിന്നില്ല. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന യുവാവിന് അവിടെ വെച്ച് തന്നെ അടിയന്തര ചികിത്സ നൽകിയിരിക്കുകയാണ് ഡോക്ടർമാർ. 3 ഡോക്ടർമാരെ കുറിച്ചാണ് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നൽകേണ്ട ചികിത്സയാണ് അവർ റോഡരികിൽ വെച്ച് കൊല്ലം സ്വദേശിയായ ലിനുവിന് നൽകിയത്. തുടർന്ന് ലിനുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. സർജറിക്കായി സ്ട്രോയും ബ്ലേഡും ഒക്കെ വാങ്ങി നൽകിയത് നാട്ടുകാരാണ്. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് പീറ്ററും ഭാര്യ കൂടിയായ ഡോക്ടർ ദിദിയുമാണ് ഒപ്പം ഉള്ളത്. അപ്പയും അമ്മയും ഞങ്ങളെല്ലാം കൂടി ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുമായിരുന്നു. വന്നപ്പോഴാണ് ഒരു ബ്ലോക്ക് കണ്ടത്. അപ്പോൾ വണ്ടി ഒതുക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഒരു മേജർ ആക്സിഡൻ്റ് ആണെന്ന് മനസ്സിലായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോതൊറാസിക് വാസ്കുലർ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡോക്ടർ മനൂപ്. അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ സാറ് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. സാറും ഇതുപോലെ തന്നെ കണ്ട് ഞങ്ങൾ മുമ്പേ പോയതാണ്. ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ സ്റ്റാഫാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല സാർ ഞങ്ങൾ ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞപ്പോഴത്തേനും സാറ് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ആളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളെന്തായാലും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ടാണ് നേരെ ആ ഒരു ശ്വാസകോശത്തിൻ്റെ ഉള്ളത്തോട്ടേക്ക് ഒരു സ്ട്രോ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോഴത്തേനും ഒരു സാധാരണ റേസറും പേപ്പർ സ്ട്രോ ആണ് കിട്ടിയത്. അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിക്ക് ചെയ്തു. സാർ എന്തായാലും ഭയങ്കര നല്ല എക്സ്പേർട്ടായിട്ട് അത് ബെയർ ഹാൻഡിൽ തന്നെ ചെയ്തെടുത്ത് കിട്ടി. അപ്പോൾ തന്നെ പേപ്പർ സ്ട്രോ ആയതുകൊണ്ട് പേരിൽ ഇതൊന്ന് ഒരു ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേനും അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോഴത്തേനും അവർ എവിടെ നിന്ന് കിട്ടിയ ഫ്രൂട്ടിയുടെ സ്ട്രോ ഇല്ലേ അതുകൊണ്ട് തന്നു. അത് വെച്ച് നമ്മളത് റിപ്ലേസ് ചെയ്ത് പിന്നെ ആംബുലൻസ് വന്നപ്പോഴത്തേനും സാർ തന്നെ കൂടെ പോയി. കാരണം അത് സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കണമല്ലോ. പക്ഷെ അതിന് ഒരുപാട് സഹകരിച്ചത് പോലീസുകാരാണ്. പോലീസുകാർ പറഞ്ഞത് ജീവൻ നിലനിർത്താൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക, ബാക്കി നമുക്ക് നോക്കാം. ഞങ്ങൾ ആദ്യം ഈ ഹെഡ് ടിൽറ്റ് മാനുവർ, അതായത് റെസ്ക്യൂ മാനുവേഴ്സ് നോക്കി. അപ്പോൾ എന്നിട്ടും ഇമ്പ്രൂവ് ആവുന്നില്ല. അപ്പോൾ ആ ഒരു പോയിന്റിൽ പിന്നെ ആകെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർജിക്കൽ എയർവേ എന്ന് പറയും. അതായത് എങ്ങനെയെങ്കിലും ഒരു മുറിവുണ്ടാക്കി ശ്വാസനാളത്തിൽ കയറുക, അത് ആ പ്രൊസീജിയർ മാത്രമായിരുന്നു. പോലീസും ആ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു, അവരും അറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരും ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു, നാട്ടുകാരും നല്ല സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. കൂടെ നിന്ന ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ മൊബൈൽ ഫോൺ തെളിച്ചും ഒപ്പം തന്നെ ബ്ലേഡൊക്കെ വാങ്ങിക്കൊടുത്ത് ഒപ്പം നിന്ന നാട്ടുകാർ, അങ്ങനെ എല്ലാവരും ചേർന്നപ്പോൾ ഒരു ജീവൻ അത് രക്ഷിക്കാനായി എന്നുള്ളത്. ശരിക്കും അവർ ആ ടൈമിങ്ങിന് എത്തിയത് വളരെ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാൻ പോലെ എന്തൊക്കെയോ ചെയ്യും, പെട്ടെന്ന് എടുത്ത് വാറ്റിയെ പിടിക്കുകയൊക്കെ ചെയ്ത് വളരെ മോശാവസ്ഥയാവുമായിരുന്നു. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ദൈവത്തിന്റെ രൂപത്തിൽ ഈ ഡോക്ടേഴ്സ് അവിടെ എത്തിയെന്ന് തന്നെ വേണം പറയാനല്ലേ. റിയ ബേബി തന്നെ നമുക്കിപ്പം ചേരുന്നുണ്ട്. റിയ, നാട്ടുകാരും ഡോക്ടേഴ്സും പോലീസും ഒക്കെ ഒരുമിച്ച് നിന്നു. നമുക്ക് ശരിക്കും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമല്ലേ, ഇങ്ങനെ റോഡിൽ വെച്ച് അപകടം നടന്ന ഇടത്ത് വെച്ച് തന്നെ ഒരു ശസ്ത്രക്രിയ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ. ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കേണ്ട ഒരു കാര്യമാണ് റോഡരികിൽ നടന്നത്. ഈ ഫ്രൂട്ടിയുടെ ഒക്കെ സ്ട്രോയൊക്കെ ഉപയോഗിച്ചാണ് അവർ ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് എന്നൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് വലിയൊരു അത്ഭുതം തോന്നുന്നുണ്ട്. ഒപ്പം ഒരുപാട് അഭിമാനവും നമ്മുടെ ഡോക്ടേഴ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ. ഒരു സിനിമാ സ്റ്റൈൽ ജീവൻ രക്ഷാ ദൗത്യമാണ് ഇന്നലെ രാത്രി കുറ്റാക്കൂര് ഇരുട്ടിൽ കൊച്ചിയിലെ ഉദയംപേരൂരിലെ റോഡിന് നടുവിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ വാക്കുകളൊക്കെയാണ് നമ്മൾ ആ ഡോക്ടർമാരിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നും ഒക്കെ കേട്ടത്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ആ 3 ഡോക്ടർമാരും അവരുടെ കരിയർ തന്നെ റിസ്കിലാക്കി. കാരണം ആ രോഗിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ മുഴുവൻ ആളുകളും ഒരു പക്ഷേ ആ ഡോക്ടർമാരുടെ തീരുമാനത്തെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ അവർക്ക് അവരുടെ പ്രൊഫഷണൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഇനി ആശുപത്രിയിലേക്കുള്ള 20 മിനിറ്റ് നേരം ആ രോഗി ജീവനോടെ നിൽക്കില്ല എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് ആംബുലൻസ് എത്താൻ അരമണിക്കൂറിലേറെ സമയമെടുക്കുമെന്നത് റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനൂപാണ് ആദ്യം ആ തീരുമാനം പറയുന്നത്. നമുക്ക് അടിയന്തര ചികിത്സ റോഡിൽ കിടത്തി തന്നെ നൽകാം എന്ന്. ഡോക്ടർ ദിദിയും ഡോക്ടർ തോമസ് കെ പീറ്ററും ആ തീരുമാനത്തിനൊപ്പം ഉറച്ചു നിന്നു. അങ്ങനെയാണ് റോഡിൽ അവർ ആ രോഗിക്ക് ജീവൻ രക്ഷിക്കാനുള്ള അടിയന്തര ചികിത്സ നൽകാൻ തീരുമാനിച്ചത്. ഒരു ബ്ലേഡും ഒരു കയ്യുറയും ഒരു സ്ട്രോയുമായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ രാത്രിയാണ്, ഞായറാഴ്ചയാണ്, കടകൾ കുറവാണ്. പക്ഷെ നാട്ടുകാർ എവിടെ നിന്നോ ഒരു സ്ട്രോയും ബ്ലേഡും ആദ്യം എത്തിച്ചു കൊടുക്കുന്നു. അത് പേപ്പർ സ്ട്രോയാണ്. തൊട്ടു പിന്നാലെ മറ്റെവിടെ നിന്നോ ഒരു പ്ലാസ്റ്റിക് സ്ട്രോ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ അവിടെ ഒരു ആശുപത്രിയിൽ എങ്ങനെയാണോ ഒരു രോഗിക്ക് ചികിത്സ കൊടുക്കുന്നത് അതുപോലെ ആ റോഡിൽ നടുവിൽ വെച്ച് ലിനു എന്ന 44-കാരൻ ആ 3 സംഘം ചികിത്സ ഉറപ്പാക്കുകയാണ്. വെളിച്ചമില്ല. നാട്ടുകാരാണ് അവരുടെ മൊബൈൽ ഫോൺ എടുത്ത് ടോർച്ച് തെളിച്ച് ആ ചികിത്സയ്ക്ക് ആവശ്യമായ വെളിച്ചം അവിടെ ലഭ്യമാക്കിയത്. ദൃശ്യങ്ങൾ ആരും ഫോണിൽ പകർത്തിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട എല്ലാ ക്രമീകരണവും ഉറപ്പാക്കി. ഈ സമയം കൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ആംബുലൻസ് എത്തിക്കാനുള്ള ശ്രമം ഉദയംപേരൂരിലെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ഉറപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഒരു വലിയ റിസ്ക് മറ്റൊന്നും ആലോചിക്കാതെ, നാളെ എന്ത് സംഭവിക്കുമെന്നൊന്നും ആലോചിക്കാതെ ചെയ്തതിന് ആ 3 ഡോക്ടർമാർക്കും ഒരു ബിഗ് സല്യൂട്ടാണ് നൽകേണ്ടത്.